മലയാളികൾ പൊതുവെ കൂടുതലായിട്ടുള്ള ബാംഗ്ലൂരിന്റെ ഒരു സ്ഥലമാണ് കൊത്തന്നൂർ. അതായത് മലയാളികൾ കുറെ വർഷങ്ങളായിട്ട് താമസിക്കുന്നതും റെന്റിനൊക്കെ താമസിക്കുന്നതുമായിട്ടുള്ള മലയാളികൾക്ക് ജീവിക്കാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ബാംഗ്ലൂരിന്റെ ഒരു ഏരിയയാണ് കൊത്തന്നൂർ. ഈ കൊത്തന്നൂരില് മലയാളി മാനേജ്മെന്റോട് കൂടിയ ഒരു ക്യാമ്പസ് ഉണ്ട്, കോഷീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ന് നമ്മൾ കോഷീസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. കോഴ്സസിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ കോളേജിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു മലയാളി അന്തരീക്ഷമാണ്. അതായത് സ്റ്റാഫുകൾ കുറെ മലയാളീസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കുട്ടികളും കൂടുതലായിട്ട് മലയാളീസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ നമ്മുടെ നാട്ടിൽ ചെന്നാൽ ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന നല്ലൊരു ക്യാമ്പസാണ്. ഞാൻ എൻ്റെ മീൻസ് ഈ കരിയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ, അതായത് അഡ്മിഷൻസ്, കരിയർ കൗൺസിലിംഗ് തുടങ്ങിയ ഓഫീസ്, അങ്ങനെയുള്ള ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ടൈം തൊട്ട് ഇന്നീ വർഷം വരെ ഏകദേശം ഒരു 8-9 വർഷത്തോളമായി, ഇത്രയും വർഷത്തോളമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ പറഞ്ഞു വിടുകയും അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിപ്പോവുകയും ഇന്നും ആ കുട്ടികളൊക്കെ വന്ന് നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന നല്ലൊരു ക്യാമ്പസ് തന്നെയാണ് കോഷീസ്. കോഷീസിനെ പറ്റി പറയുമ്പം പ്രധാനമായിട്ട് കോഷീസിന്റെ ആ ഒരു അന്തരീക്ഷമുണ്ട്, അതായത് അറ്റ്മോസ്ഫിയർ ഉണ്ട്, കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അതേപോലെ തന്നെ അവിടുത്തെ ആൾക്കാരുടെ ഇടപെടലുകള്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ കോഴ്സിനെ പറ്റിയിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. അതായത് BSc നേഴ്സിംഗ് ഉണ്ട്, നല്ല ഡിമാൻഡഡ് ആണ്. ഓൺ കോഷീസിന്റെ തന്നെ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഉണ്ട്, അഫിലിയേഷൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അതേപോലെ തന്നെ GNM ഉണ്ട്, പോസ്റ്റ് BSc ഉണ്ട്, അങ്ങനത്തെ കോഴ്സുകളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ അലൈഡ് കോഴ്സുകളുണ്ട്, അതായത് AT&OT, MIT, അങ്ങനെ അലൈഡ് കോഴ്സുകളെല്ലാം വരുന്നുണ്ട്. ആ അലൈഡ് കോഴ്സിനൊക്കെ അത്യാവശ്യം ഇപ്പൊ തന്നെ, അതായത് അഡ്മിഷൻസ് ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ പല കോളേജുകളും. ഇപ്പൊ തന്നെ BSc നേഴ്സിംഗ് ആയാലും അലൈഡ് ഒക്കെ ഓൾമോസ്റ്റ് തീരാറായ ഒരു ക്യാമ്പസ് തന്നെയാണ് കോഷീസ്. അപ്പം അത്ര ഡിമാൻഡഡ് ആണ്. മീൻസ് മെഡിക്കൽ കോളേജ് അല്ലാഞ്ഞിട്ട് കൂടി ഇത്രയും ഡിമാൻഡ് വരുന്നത് ആ കോളേജിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ്. പിന്നെ ഡിഗ്രി ഉണ്ട്. ഡിഗ്രിക്കും ബാംഗ്ലൂർ ആദ്യം ഫില്ല് ചെയ്യുന്ന ക്യാമ്പസുകളിലൊന്നും തന്നെയാണ് കോഷീസ്. അതായത് BCA ആഡ് ഓൺ കോഴ്സുകളുണ്ട്. BCAയുടെ ആഡ് ഓൺ കോഴ്സുകൾക്ക് മൈക്രോസോഫ്റ്റിന്റെയും അതേപോലെ തന്നെ ആമസോണിന്റെ ഒക്കെ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ BBA ഏവിയേഷൻ, കോളേജിനകത്ത് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ BBA ഏവിയേഷൻ കോഴ്സ് ഉണ്ട്. പിന്നെ BCom ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BBA ലോജിസ്റ്റിക്സ് കോഴ്സ് ഉണ്ട്. MBAക്ക് നല്ല ഡിമാൻഡാണ്. ഒരുപാട് കുട്ടികൾ മീൻസ് പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സൗത്ത് ഭാഗത്ത് നിന്ന് ഒരുപാട് കുട്ടികൾ MBAക്ക് ചൂസ് ചെയ്യുന്ന നല്ലൊരു ക്യാമ്പസ് തന്നെയാണ് കോഷീസ്. പിന്നെ അവിടുത്തെ മറ്റൊരു പെക്യുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ചൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കോഴ്സാണ് BBA എന്താന്ന് പലർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ബാച്ചലർ ഓഫ് വിഷ്വൽ ആർട്സ് എന്ന് പറയും. അതിനകത്ത് നമുക്ക് മൾട്ടിമീഡിയ, ഗ്രാഫിക്, അങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം മൊത്തം എമ്പുരാന്റെ ഒരു ട്രെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എമ്പുരാന്റെ ഈ ഒരു ട്രെൻഡ് നിൽക്കുന്ന ടൈമിൽ ആ സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഗ്രാഫിക്സ്, അതേപോലെ തന്നെ അങ്ങനെ കുറെ ആർട്ട് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ നിലവിലിറങ്ങിയ പാൻ-ഇന്ത്യ സിനിമകളിലെല്ലാം ഈ പറയുന്ന ഗ്രാഫിക്സ് വർക്ക് ഭയങ്കരമായിട്ടുണ്ട്. മൾട്ടിമീഡിയ ആനിമേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കേസാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും നിങ്ങൾക്ക് വരയ്ക്കാനും ഒക്കെ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും അതിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ് BBA എന്ന് പറഞ്ഞ കോഴ്സ്. 4 വർഷത്തെ കോഴ്സാണ് അത്. ബാംഗ്ലൂർ വളരെ കുറച്ച് കോളേജുകളിലേ വരുന്നുള്ളൂ. നല്ല കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറിപ്പോ ആ ഒരു കോഴ്സ് ഈ കോളേജിലുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ കോഴ്സിന് ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ഒരു ക്യാമ്പസ് ആണ് കോഷീസ്. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള കോഴ്സിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ഇതിനെപ്പറ്റി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഈ സെൻസേഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന പല വിഷ്വൽസും, ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് എമ്പുരാൻ അത്രയും ഇതിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പൊ റീസെന്റ് ആയിട്ട് പറയുന്ന പല വിഷ്വൽസും മീൻസ് ഈ ഒരു ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ കോഴ്സ് ഇവിടെ ഉണ്ട്. ഇതൊരു മലയാളി അന്തരീക്ഷത്തിൽ തന്നെ നിങ്ങൾക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു. ഓക്കെ, പിന്നെ റീസെന്റ് ആയിട്ടുള്ള മീൻസ് ഫീസ് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞു തരും. ഓൾറെഡി 2025 അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ്. പിന്നെ കോഷീസിനെ പറ്റി പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018, 19, 20, 21 വർഷങ്ങളിലൊക്കെ പ്ലേസ്മെന്റ് നല്ല
ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ക്യാമ്പസ് ആണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്ലേസ്മെന്റ് റേഷ്യോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം തൊട്ട് വീണ്ടും പ്ലേസ്മെന്റ് ഒന്ന് ഡെവലപ്പ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് നല്ല അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ് ക്യാമ്പസ്. അതൊരു നല്ലതായിട്ടും മോശമായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഞാൻ പറയുന്നത്. അതായത് എല്ലാം അങ്ങ് നല്ലതെന്ന് പറയുന്ന കാര്യമില്ലല്ലോ. അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ് അറ്റൻഡൻസിന്റെ കേസിൽ. അതേപോലെ തന്നെ പഠിപ്പീരിന്റെ കേസിൽ ഫീസ് കൃത്യമായിട്ട് പേയ്മെന്റ് ചെയ്യണം. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാമെങ്കിൽ മാത്രമേ കോഴ്സിലോട്ട് വരാവൂ. അല്ലെങ്കിൽ എത്ര റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലും എന്ത് എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല. നമുക്ക് അങ്ങനെയൊക്കെ ഒരു അച്ചടക്കത്തോടു കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കോഴ്സിൽ വന്നാൽ മതി. അവര് മീൻസ് കുറെ സ്പോർട്സ് റിലേറ്റഡ്, ആർട്സ് റിലേറ്റഡ് കുറെ ഇവന്റ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂസ്ലി നടത്താറുണ്ട്. അതേപോലെ തന്നെ അക്കാഡമിക്കിന്റെ കേസിൽ അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്ട്രിക്റ്റ് എൻവയോൺമെന്റ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. എന്നാൽ നിങ്ങൾക്കുള്ള എന്റർടൈൻമെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഓക്കെ, സോ എല്ലാവരും നിങ്ങളെ ഇപ്പം ജസ്റ്റ് അഡ്മിഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാം നല്ലതാന്ന് പറയും. അവിടെ വരുമ്പോൾ പിന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. ഹോസ്റ്റലിന്റെ കേസിലും ഫുഡിന്റെ കേസിലൊക്കെ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ടാവുന്നുമുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വെളിയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇതൊരു സിറ്റിയോട് അത്രയും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമല്ല. കുറച്ച് ഉള്ളിലോട്ട് വരാനുണ്ട്. എയർപോർട്ട് റോഡിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരാനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതും ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു. എങ്കിലും ഒരു സാധാരണപ്പെട്ട കുടുംബത്തിന് അത്യാവശ്യം കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. പഠിപ്പീരിന്റെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ല, നല്ല ഓപ്ഷൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പ്ലേസ്മെന്റ് കേസിനും അവരിപ്പോ വീണ്ടും അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് ഓട്ടോണോമസ് ആക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ആ ലെവലിലോട്ടാണ് ഇപ്പൊ പുതിയ പിന്നെ ഒരു കോഴ്സ് ഞാൻ മറന്നുപോയി. പുതിയതായിട്ട് അവർ ഹോട്ടൽ മാനേജർ കഴിഞ്ഞ വർഷം തൊട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പുതിയ ബിൽഡിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഔട്ട്സൈഡിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് സഹിതം ആണ് ഹോട്ടൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ പാക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നല്ല പഠിപ്പീരും കാര്യങ്ങളൊക്കെയാണ്. അതിന് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ. കാര്യം സിറ്റി ബേസ് ചെയ്തിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് അധികം കോളേജും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് ഉള്ളിലോട്ടുള്ള കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ കോശീസിൽ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് കുട്ടികളെ വിട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി കോർണർ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കോഴ്സസിനെ പറ്റി അറിയണമെങ്കിലോ ഫീസ് സ്ട്രക്ചറോ അഡ്മിഷൻ പ്രൊസീജിയറോ എന്തറിയണമെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, BBA എന്ന് പറയുന്ന കോഴ്സ്, അത് അതേപോലെ BHM ഹോട്ടൽ മാനേജ്മെന്റ്, ഈ 2 കോഴ്സ് ഐക്കോണിക് ആണ്. അതേപോലെ അലൈഡ് നേഴ്സിംഗ് അതിന്റെയൊക്കെ സീറ്റ് ഓൾമോസ്റ്റ് ഫിൽ ആവാറായിട്ടുണ്ട്. സോ ഈ കുറച്ച് പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിലും കാര്യങ്ങളും നമ്പർ ഓഫ് സീറ്റിന്റെ വേക്കൻസി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തറിയാനെങ്കിലോ അതേപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഏതെങ്കിലും കോളേജിനെ പറ്റി നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക, അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞാലും മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.